വിശക്കുന്നവന് ആഹാരം നൽകുക എന്ന ദൈവവചനത്തെ അടിസ്ഥാനമാക്കി ചാരിറ്റി വേൾഡ് ട്രസ്റ്റിന്റെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അച്ഛന്റെ നേതൃത്വത്തിൽ 2015 ഡിസംബർ മാസത്തിൽ ആരംഭിച്ചതാണ് അന്നദാനം പദ്ധതി. വിശക്കുന്നവന് മുൻപിൽ അന്നമായിക്കൊണ്ട് സ്നേഹത്തിന്റെയും കരുതലിന്റെയും സാക്ഷ്യമാകുകയാണ് അന്നദാനം പദ്ധതിയിലൂടെ ചാരിറ്റി വേൾഡ്. ചങ്ങനാശ്ശേരിയുടെ കാരുണ്യ സംസ്കാരത്തിന്റെ മുഖമാണ് ഈ അന്നദാനം. നല്ലൊരു കൂട്ടായ്മയാണ്. എനിക്ക് ആദ്യം പുന്നശ്ശേരി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിന് രൂപപ്പെട്ടത്. ഞങ്ങൾ എല്ലാ മാസവും ഇതിൻ്റെ കണക്കുകൾ പരിശോധിക്കും, എല്ലാ മാസവും ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. ഇതിൻ്റെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് വളരെ ഫുൾ പ്രൂഫായിട്ട് സുതാര്യമായിട്ട് ആണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിലനിന്ന് പോകുന്നത്. ഇതിന് വലിയൊരു ടീമുണ്ട്. ഇപ്പം ഒരു ചില സംഘടനകൾ തന്നെ സ്പോൺസർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ സംഘടനയിലെ ആൾക്കാർ തന്നെ വന്ന് വിളമ്പാനായിട്ട് വരുന്നുണ്ട്. അതിനെ ഇവിടെ സ്ഥിരമായിട്ട് ഇത് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊരു പ്രേക്ഷിത പ്രവർത്തനം പോലെയാണ് ചെയ്യുന്നത്. മതസൗഹാർദ്ദത്തിന്റെ നാടായ ചങ്ങനാശ്ശേരിയിലെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അനേകം നന്മ നിറഞ്ഞ മനുഷ്യരുടെ സഹകരണം കൊണ്ടാണ് അന്നദാനം പദ്ധതി മുന്നോട്ടു പോകുന്നത്. ചാരിറ്റി വേൾഡിന്റെ പ്രവർത്തനങ്ങളും ഓഫീസും കുരിശുമൂട് മീഡിയ വില്ലേജിലെ 90.8 റേഡിയോ മീഡിയ വില്ലേജിലാണ് പ്രവർത്തിക്കുന്നത്. മീഡിയ വില്ലേജിന്റെ അടുക്കളയിൽ നിന്നും ഏറ്റവും ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി ഭക്ഷണം ചൂടോടെ തയ്യാറാക്കി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. 12:15 മീഡിയ വില്ലേജിൽ നിന്നും ഭക്ഷണവുമായി പുറപ്പെടുന്ന വാഹനം 12:30 ആശുപത്രിയിലെത്തും. 10 വർഷക്കാലമായി കൃത്യമായി എല്ലാ ദിവസവും ദിനചര്യ പോലെ തന്നെ എൻ്റെ വാഹനത്തിൽ ഇവിടെ ഭക്ഷണം എത്തിക്കുമ്പോൾ ഇവിടെ എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് വോളണ്ടിയേഴ്സായിട്ടുള്ള അനേകർ ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ട ഷായി ചേട്ടന്, തങ്കച്ചി, സെബാസ്റ്റ്യൻ, ഇവരൊക്കെയും ഇതിൻ്റെ ഒരു ദൈനംദിനമായിട്ട് ഇതിന് വന്ന് പങ്കുചേരുന്ന സഹപ്രവർത്തകരാണ്. അവരോട് ചേർന്നുകൊണ്ട് ഇതിൻ്റെ ഒരു പങ്കാളിയാകുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഭക്ഷണം ഹോസ്പിറ്റലിൽ എത്തിയാലുടൻ അന്നദാനം വോളണ്ടിയേഴ്സ് വിളമ്പാനായി എത്തും. വ്യക്തിപരമായ ജോലികളെല്ലാം മാറ്റിവെച്ചാണ് ഈ വോളണ്ടിയേഴ്സ് ഈ പുണ്യപ്രവർത്തിക്കായി എത്തുന്നത്. ഞങ്ങൾക്ക് ഇതൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ്. മനസ്സിലും വിളമ്പി കൊടുത്ത് ഞങ്ങൾ തോന്നുന്നത് സ്വയമേ ഞങ്ങൾക്കൊരു പുണ്യപ്രവൃത്തി ചെയ്യുന്ന പോലെയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ മൂന്ന് പേർക്കും ഞങ്ങൾ അതിന് ഡെഡിക്കേറ്റഡാണ് ഫുള്ളി. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:45 ചങ്ങനാശ്ശേരി താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ആയുർവേദ ഹോസ്പിറ്റലിലുമായി 300ഓളം വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഭക്ഷണം വിളമ്പി നൽകും. ഞങ്ങളിവിടെ 10-15 വർഷമായിട്ട് ജോലി ചെയ്യുക. ഇവിടെ ഉച്ചഭക്ഷണം ഇങ്ങനെ എന്തും കൊണ്ട് കൊടുക്കുന്നത് രോഗികൾക്ക് വളരെയധികം ആശ്വാസമാണ്. അവർ തന്നെ ഞങ്ങളോട് പലരും പറയാറുണ്ട്, ഈ കഞ്ഞി എന്ത് വലിയ അനുഗ്രഹമാണ്. അനേകം സന്നദ്ധ പ്രവർത്തകരുടെ അക്ഷീണവും നിസ്വാർത്ഥവുമായ പ്രവർത്തനം കൊണ്ടാണ് ചെറിയ തുകയ്ക്ക് ദിവസേന അനേകർക്ക് ഭക്ഷണം നൽകാൻ സാധിക്കുന്നത്. ഒരു ദിവസം ഭക്ഷണം നൽകുന്നതിനാവശ്യമായ തുക 3000 രൂപയാണ്. 3000 രൂപ ചാരിറ്റി വേൾഡ് ട്രസ്റ്റിൽ നൽകുന്നതോടുകൂടി അനേകം രോഗികൾക്ക് അനുഗ്രഹമായ ഉച്ചഭക്ഷണമായിട്ട് മാറാൻ സാധിക്കുന്നുണ്ട്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അനുഗ്രഹമായിട്ട് മാറാൻ സാധിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി നമ്മുടെ വിവാഹം, മരിച്ചവരുടെ ഓർമ്മ, ജന്മദിനം, അങ്ങനെ ഉള്ള ദിവസങ്ങൾ വരുമ്പോഴത്തേന് പലരും ബെനിഫാക്ടേഴ്സ് പലരും നമ്മുടെ ചാരിറ്റി വേൾഡ് ട്രസ്റ്റിലേക്ക് 3000 രൂപ അടയ്ക്കുന്നതോടുകൂടിയാണ്, ആ തുക കൊണ്ടാണ് നമ്മൾ ദിവസേന ഇവിടെ ഭക്ഷണം നൽകുന്നത്. ഇതിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം. ചങ്ങനാശ്ശേരിയിലെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇതിൽ പങ്കുചേരുന്നുണ്ട്. ചങ്ങനാശ്ശേരി താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ആയുർവേദ ഹോസ്പിറ്റലുമായി എത്തുന്ന നിരാലംബരായ അനേകം രോഗികൾക്ക് വലിയ ആശ്വാസമാണ് ഈ അന്നദാനം പദ്ധതി. നമ്മൾ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ആയുർവേദ ഹോസ്പിറ്റലിലും സ്ഥിരമായിട്ട് ഒരു മുടക്കം കൂടാതെ ഇവിടുത്തെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കൊടുക്കുന്നു. ഈ ഭക്ഷണം കൊടുക്കുന്നത് പറയുന്നത് ഇത് ശരിക്കും ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് യാതൊരു സംശയമില്ല. കാരണം ഒരു ദിവസം പോലും മുടങ്ങാതെ നല്ലവരായ ആൾക്കാർ ഓരോരുത്തർ അവരവരുടെ കുടുംബത്തിലുള്ള പ്രധാന വിശേഷങ്ങൾ, ബർത്ത്ഡേ അല്ലെങ്കിൽ ഓർമ്മ ദിവസങ്ങൾ എല്ലാം ഒരു വോളണ്ടിയറായിട്ട് തന്നെ പൈസ നമുക്ക് വേണ്ടി ദാനം ചെയ്യുന്നു. ഇത് വളരെ സുതാര്യമായ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെയും വേദനിക്കുന്നവരെയും എന്നും ചേർത്ത് പിടിക്കുന്ന ചാരിറ്റി വേൾഡിനെയും മനുഷ്യ സ്നേഹത്തിന്റെ മുഖമായി മാറുന്ന ചങ്ങനാശ്ശേരിയിലെ നല്ലവരായ ആളുകളുടെയും വലിയ കാരുണ്യമാണ് 10 വർഷങ്ങളായി ഒരു ദിവസം പോലും മുടങ്ങാതെ ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന ഈ അന്നദാനം. ഏതാണ്ട്
10 വർഷത്തോളമായിട്ട് നമ്മൾ ഈ പദ്ധതി വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നാട്ടിലെ സുമനസ്സുകളായ എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി നമ്മുടെ വീടുകളിലെ ആഘോഷ പരിപാടികളിലും പ്രിയമുള്ളവരുടെ ഓർമ്മദിനങ്ങളിലും എല്ലാം അവർ നൽകുന്ന സംഭാവന വെച്ചിട്ടാണ് നമ്മൾ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളൊക്കെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ആഘോഷിക്കുമ്പോൾ ഒരു ചെറിയ തുക ഈ അന്നദാനത്തിനായി മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമായി മാറും. ഒരാളുടെ വിശപ്പകറ്റാൻ നമുക്ക് സാധിച്ചാൽ അതൊരു പുണ്യമാണ്. ചങ്ങനാശ്ശേരിയുടെ കാരുണ്യം ഇനിയും തുടരട്ടെ.